സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ. ആമേൻ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, സൈന്യങ്ങളുടെ കർത്താവേ, സർവ്വസൈന്യാധിപനെ, വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവേ, പ്രപഞ്ചവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ യേശു കർത്താവേ, അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു കർത്താവേ, അങ്ങയുടെ വചനം വായിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള കൃപാവരം വായിക്കുന്ന എനിക്കും കേൾക്കുന്ന സകല വ്യക്തികൾക്ക് ലഭിക്കുമാറാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മനുഷ്യൻ്റെ തിന്മ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒഴിവ് കഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടു പോവുകയും ചെയ്തു. ജ്ഞാനികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സ്രഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. ആ കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ലജ്ജിച്ച് അന്യോന്യം ലജ്ജാകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന കൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. ഈ വചനത്തിന് ശക്തി വായിക്കുന്ന എന്നിലും എൻ്റെ കുടുംബത്തിലും കേൾക്കുന്ന വ്യക്തികളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും എന്നെ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്ന സകല വ്യക്തികൾക്കും ജീവനായി മാറട്ടെ. യേശുവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാണല്ലോ ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതും ഇന്നും പരിപാലിക്കപ്പെടുന്നതും. യേശു കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാലും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാലും എല്ലാവർക്കും അവരുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലതും അങ്ങ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് വ്യക്തമായും വെളിപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് ജീവനുള്ള ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് അവർക്കറിയാവുന്ന സകലതും അവർ ഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതും ഇന്നും പരിപാലിക്കപ്പെടുന്നതും യേശുക്രിസ്തുവിൻ്റെ വചനത്താലാണെന്നും ജീവനുള്ള ഏകസത്യദൈവം യേശുക്രിസ്തുവാണെന്നും അറിയുന്ന സുവിശേഷം ഇന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അവർ ദൈവത്തെ അംഗീകരിക്കുന്നതിന് പകരം അവർ സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നതിന് പകരം സൃഷ്ടികളെയും സൃഷ്ടവസ്തുക്കളെയും അംഗീകരിക്കുന്നു. ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ അദൃശ്യനായ സർവ്വവ്യാപിയായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിന് പകരം അവരുടെ യുക്തിവിചാരങ്ങൾക്കനുസരിച്ച് അവർ സൃഷ്ടികളെയും സൃഷ്ടവസ്തുക്കളെയും ദൈവമായി അംഗീകരിച്ച് ആരാധിക്കുകയും മറ്റു ചിലർ ദൈവത്തെ അറിയാത്ത പോലെ നിരീശ്വരവാദികളായി ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം പറയുന്നു, അവർക്കറിയേണ്ട അറിവുകളെല്ലാം ദൈവം ഇന്ന് തന്നെ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട്. ദൈവവചനം ഇന്ന് എല്ലായിടത്തും ലഭ്യമാണ്. അതുപോലെ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയും ദൈവവചനത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ അത്ഭുതവും അടയാളവുമെല്ലാം ഇന്നും നിലവിൽ ലഭ്യമാണ്. യേശുക്രിസ്തുവിനെ അറിയേണ്ട അറിവുകളെല്ലാം ഇന്ന് ലോകത്ത് ലഭ്യമാണ്. എന്നിരിക്കലും യേശുവിനെ ദൈവമായി അംഗീകരിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിന്മ എന്നുള്ളത് യേശുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യദൈവവുമായി ഈ ലോകത്ത് വെച്ച് അംഗീകരിക്കാതിരിക്കുന്നതാണെന്ന് ദൈവവചനം പറയുന്നു. യേശു കർത്താവെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവവചനത്തെ ഗ്രഹിക്കുവാനും ദൈവവചനങ്ങൾ മനസ്സിലാക്കി യേശുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ജീവനുള്ള ഏക സത്യദൈവവുമായി സ്വീകരിക്കുവാനുള്ള കൃപാവരം കേൾക്കുന്ന സകല വ്യക്തികൾക്ക് ലഭിക്കുമാറാകട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.